കുന്നിച്ചു മിനസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കൊമിക്സ്. സോ നമ്മൾ നോക്കാൻ പോകുന്നത് ലോർഡ് ഓഫ് മിസ്റ്ററീസ് എന്ന സീരീസിന്റെ എപ്പിസോഡ് 5 ആണ്. പിന്നെ ഒരു കാര്യം, ഈ ഒരു എക്സ്പ്ലനേഷൻ കാണുന്നതിന് മുമ്പ് ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ട് എന്തായാലും ഉറപ്പായി തരാം. കാര്യം ഇതിനകത്ത് മെയിൻ അല്ല ഡൗട്ടും അതേപോലെ കോൺവെർസേഷൻസ് ഒക്കെ ആയിരിക്കും നമ്മൾ മെയിനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫൈറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എപ്പിസോഡ് കണ്ടേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എപ്പിസോഡ് കണ്ടിട്ട് മാത്രം നമ്മുടെ ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങളുടെ പേജ് ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് സ്യൂലാൻഡിന്റെ ഒരു തിയേറ്ററാണ് കാണിക്കുന്നത്. അവിടെയാട്ടെ ഒരു പ്രോഗ്രാം നടപ്പുണ്ട്. അതൊരു സ്റ്റേജ് പ്ലേ ആയിരുന്നു. അതിന്റെ തീം എന്ന് പറയുന്നത് ഒരു കപ്പൽ അപകടത്തിൽപ്പെട്ട പലരെയും ഒരു ഹീറോ എന്ന നിലയ്ക്ക് ഒരാൾ രക്ഷിച്ചുകൊണ്ട് വരുന്നതാണ്. സോ ഒരു ഹീറോനെ അവിടേക്ക് വരവേൽക്കുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. ആ ടൈമിലാണ് അവിടേക്ക് ക്യാപ്റ്റൻ വന്നിട്ടുള്ളത്. ക്യാപ്റ്റനായിട്ട് റിക്കവർ ആയൊന്നേ ഇല്ലായിരുന്നു. ഞാൻ ഓക്കെ വരുന്നതേ ഉള്ളൂ. ആ ഒരു കാഴ്ച എന്നെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. റെക്കോർഡ്സ് വെച്ച് നോക്കാനെടുത്ത് ട്രൂ ക്രിയേറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു ഈവിൽ വർഷിപ്പ് ഓർഗനൈസേഷൻ തന്നെയാണ്, ജസ്റ്റ് ലൈക്ക് അറോറ ഓർഡർ. ക്യാപ്റ്റൻ പറഞ്ഞു വെച്ച് നോക്കാനെടുത്ത് ഏകദേശം എല്ലാം ഒരേപോലെ തന്നെയാണ്. വിൻസെന്റ് മരിച്ചില്ലായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഇൻഫോർമേഷനൊക്കെ കിട്ടിയെന്നും. ആ ടൈമിലാണ് ആ സ്റ്റേജ് പ്ലേ അവസാനിക്കാറായത്. എല്ലാവരും ആ നായകന് വേണ്ടി കൈയടിക്കുന്നുണ്ടായിരുന്നു. അവനായിട്ട് ഒരു ഹീറോ തന്നെയായിരുന്നു. അവൻ വരാൻ നിർത്തി എല്ലാവരും കൈയടച്ച് അവസാനം ആ ഒരു സ്റ്റേജ് പ്ലേ അവിടെ അവസാനിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ഒരാഴ്ച മുമ്പത്തെ ഒരു കാര്യമാണ്. അൽഫലിലേക്ക് പോയ ആ ഒരു കപ്പൽ തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഫിയാൻസി തിരിച്ചു വന്നിട്ടില്ല. ഈ ഒരു കേസ് അന്വേഷിക്കുന്നത് നമ്മുടെ ക്ലെൻ ആയിരുന്നു. ജോയ്സ് മേയർ എന്നായിരുന്നു അവൻ്റെ പേര്. അങ്ങനെ ജോയ്സ് മേയറിൻ്റെ ലൊക്കേഷൻ നോക്കാൻ നേരത്ത് അവനായിട്ട് ഒരു ആക്സിഡൻറ്റിൽ പെട്ടിട്ടുണ്ട്. അവിടുന്ന് കരക്കടിഞ്ഞ് അവൻ തിരിച്ച് വീട്ടിലേക്ക് വരുമെന്ന് പറയുകയും ചെയ്യും. അങ്ങനെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ പ്രസൻറ്റ് ടൈമാണ്. സോ ഈ ഒരു കപ്പൽ ഒരു അപകടത്തിൽ പെട്ടിരുന്നു. ആ ഒരു അപകടത്തിനെ ബേസ് ചെയ്താണ് നേരത്തെ ആ സ്റ്റേജ് പ്ലേ നടന്നിട്ടുള്ളത്. അങ്ങനെ ആ ഒരു നായകൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ആ നായകൻ്റെ പേര് ട്രസ് എന്നായിരുന്നു. അവനായിട്ട് ഒരു ഹീറോനെ പോലെയാണ് എല്ലാവരും കാണുന്നത്. കാര്യം അവനാണ് മിക്കവരും രക്ഷിച്ചിട്ടുള്ളത്. ട്രിസ്, താങ്കൾ കാരണമാണ് എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ ജീവനോടെ തിരിച്ച് വീട്ടിലേക്ക് വന്നത്. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അദ്ദേഹം തിരിച്ചു വന്നില്ലേ, അത് തന്നെ മതി. എന്നിട്ട് അവൻ തിരിഞ്ഞ് അവൻ്റെ വണ്ടിയിലേക്ക് കയറാൻ പോകുന്നുണ്ട്. ആ സമയത്താണ് അവൻ തിരിഞ്ഞു നോക്കുന്നത്. പക്ഷേ പെട്ടെന്ന് അവൻ്റെ മുഖഭാഗം മാറുന്നുണ്ട്. എന്നിട്ട് ആ വണ്ടിയിൽ കയറി പോകുന്നുണ്ട്. കാര്യം പറ്റുന്നില്ല. അവിടെ നമ്മുടെ ക്ലെന്നും അതേപോലെ തന്നെ ക്യാപ്റ്റനും ഉണ്ടായിരുന്നു. ആ സമയത്ത് ആ പെങ്കുച്ച് പറയുന്നുണ്ട്, മേയർ, ഇതാണ് ക്ലെൻ ദിസീർ. ഇവനാണ് നിന്റെ തിരിച്ചുവരവ് പ്രവചിച്ചത്. അങ്ങനെ അവർ തമ്മിൽ ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് ക്ലെൻ ചോദിക്കുന്നുണ്ട്, അല്ല താങ്കൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടോ? പിന്നെ കാണിക്കുന്നത് ഒരു റൂമാണ്. അവിടുന്ന് വന്നതിന് ശേഷം എല്ലാ ദിവസവും ഞാൻ ഒരേ സ്വപ്നം തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാകട്ടെ വളരെയധികം ഭയാനകമാണ്. എന്നെ നന്നായിട്ട് അത് പേടിപ്പിക്കുന്നുണ്ട്. താങ്കൾ പേടിക്കേണ്ട, ഞാൻ എന്തായാലും ആ ഒരു സ്വപ്നം നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ക്ലെന്നായിട്ട് അവൻ്റെ സ്വപ്നത്തിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് നോക്കുന്നുണ്ട്. പെട്ടെന്ന് ഒരു കൈക്കുഞ്ഞിനെ ഒരാളെടുത്ത് ആ ചുമലക്കടലിൽ ആ കടലിലേക്ക് എറിയുവാണ്. അതിനോടൊപ്പം തന്നെ അവനും ആ കടലിലേക്ക് ചാടാൻ പോകും. പക്ഷെ പെട്ടെന്നായിരുന്നു മേയർ പോയി അവൻ്റെ കയ്യിൽ കയറി പിടിക്കുന്നത്. ക്ലെൻ അവനോട് ചോദിക്കുന്നുണ്ട്, അല്ല നീ എന്തിനാണ് അവനെ രക്ഷിച്ചത്? മറ്റിനിയർ, അവൻ അതിൻ്റെ അവസാനത്തെ വർഗത്തിലൊരാളാണ്. അതുകൊണ്ടാണ് ഞാൻ അവനെ രക്ഷിച്ചത്. എനിക്കറിയാൻ മേല ഇതെന്താണ് സംഭവിച്ചതെന്ന്. എനിക്കറിഞ്ഞൂടാ അവരെന്തിനാണ് ഇതെല്ലാം ചെയ്തതെന്ന്. ഒട്ടും പ്രതീക്ഷിക്കുകയാണ് ഇതെല്ലാം തന്നെ സംഭവിച്ചത്. ഇതൊട്ടും നോർമലല്ല. ഇത് ഒട്ടും തന്നെ നോർമലല്ല. ക്ലെൻ പറയുന്നുണ്ട്, നീ വെറുതെ പേടിക്കണ്ട. നിനക്കുള്ള ഉത്തരം നിന്റെ സ്വപ്നത്തിൽ തന്നെയുണ്ട്. അത് നീ ആലോചിക്കുക. അതിനെപ്പറ്റി നീ ആലോചിക്കുക. നീ ഒന്നുകൂടെ നിന്റെ സ്വപ്നത്തിലേക്ക് സൂക്ഷിച്ചെന്ന് നോക്ക്. പെട്ടെന്നായിരുന്നു ക്ലെൻ്റെ പുറകിൽ ആരോ ഒരാൾ നിൽക്കുന്ന പോലെ മനസ്സിലായത്. അത് മറ്റാരോ അല്ലായിരുന്നു, നമ്മുടെ സ്റ്റേജ് പ്ലേയിലെ ആ ഒരു ഹീറോ ആയുള്ള ട്രിസ് ആയിരുന്നു. പെട്ടെന്ന് അവൻ തിരിഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും അടുത്ത സെക്കൻഡ് തന്നെ അവൻ മറ്റൊരു സ്ഥലത്തായിരുന്നു. എന്താ പറയുക, ഒരു വലിയൊരു ടെമ്പിളിൻ്റെ അകത്ത് പോലെ. പെട്ടെന്ന് ക്ലെൻ്റെ ഫ്രണ്ടിലേക്ക് ഒരു കണ്ണ് പ്രത്യക്ഷപ്പെടും. എന്നിട്ട് പറയാൻ തുടങ്ങും, ഹൊർണോക്കിസ് ഫ്ലെറിയ. ഈ ഒരു വാക്കുകൾ വീണ്ടും വീണ്ടും ഉച്ചരിച്ചുകൊണ്ടേയിരിക്കും. അത് ഒരു കസേരയുടെ അടുത്തേക്കാണ് പോയത്. ക്ലെന്നാട്ടെ അത് സൂക്ഷിച്ചു നോക്കുന്ന അടുത്ത സെക്കൻഡ് തന്നെ പെട്ടെന്നായിരുന്നു ഒരു പ്രകാശം വരുന്നത്. അങ്ങനെ ക്ലെൻ വീണ്ടും എഴുന്നേറ്റിട്ടുണ്ട്. ഇതെന്തുവാണ് ഈ ഹൊർണോക്സ്? എന്താണ് എന്നെ വിട്ട് പോകാത്തത്? ഇത് വീണ്ടും വീണ്ടും എൻ്റെ പുറകെ വന്നുകൊണ്ടിരിക്കുവാണല്ലോ. ആ ടൈമിൽ ആ ഡോറിൽ വന്ന് ആരോ മുട്ടുന്നുണ്ട്. നമ്മുടെ ക്ലെന്നാട്ടെ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അത് മറ്റാരും അല്ലായിരുന്നു, നമ്മുടെ ക്യാപ്റ്റൻ ആയിരുന്നു. ക്യാപ്റ്റൻ, അവൻ എങ്ങും തന്നെ പോയിട്ടില്ല. ആ കുറ്റവാളി ഇപ്പോഴും നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. അവനിപ്പോൾ അവൻ്റെ ഫേക്ക് ഐഡൻറ്റിറ്റി യൂസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. അവൻ്റെ പേര് ദി ഹീറോ ട്രിസ് എന്നാണ്. പക്ഷേ നമുക്ക് നേരിട്ട് പോയി ഇപ്പോൾ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കത്തില്ല. കാര്യം പബ്ലിക്കിന് ഫ്രണ്ട് അവനൊരു ഹീറോ തന്നെയാണ്. സോ സോളിഡ് എവിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവനെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതുമാത്രമല്ല ഈ കേസ് കുറച്ച് ടൈറ്റാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് നോക്കണ്ട. എന്തായാലും ഞാൻ മാൻഡേറ്റഡ് പണിഷേഴ്സിനെ മിഷണറി ഹ്യൂമനെ ഇവിടേക്ക് വിളിച്ചിട്ടുണ്ട്. പിന്നെ കാണിക്കുന്നത് ഒരു ബെഡ്റൂമാണ്. ആ ബെഡ്റൂമിനകത്ത് നമ്മുടെ ഡ്രസ്സ് കിടപ്പുണ്ടായിരുന്നു. അവൻ്റെ കൂടെ 2 സ്ത്രീകളും കിടപ്പുണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്നായിരുന്നു ആരോ ഒരാൾ അവിടേക്ക് വന്നത്. അടുത്ത സെക്കൻഡിൽ തന്നെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന കത്തി അവൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ അവൻ്റെ എതിരെ നിന്ന ആ ഒരു പെൺകുട്ടി പറയുന്നുണ്ട്, വിക്ടിമിൻ്റെ ഫാമിലി നിനക്ക് ഗിഫ്റ്റ് തരുന്നു, നിനക്ക് നന്ദി തരുന്നു, നീ അതെല്ലാം മേടിക്കുന്നു, നീ സത്യം പറഞ്ഞാൽ ഇതെല്ലാം എൻജോയ് ചെയ്യുന്നില്ലേ?
പിന്നല്ലാതെ അവരുടെ ഹസ്ബൻഡ്സിനെ ഞാൻ കൺവിൻസ് ചെയ്തു, അവരങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നു. അത് മാത്രമല്ല, ഈ സ്ത്രീകളുടെ കൂടെയുള്ള ഈ നിമിഷവും ഇതിൽ പരം എന്ത് സുഖമാണ് എനിക്ക് നേടാൻ സാധിക്കുന്നത്. എന്തായാലും ഞാൻ എൻ്റെ കാര്യമെല്ലാം ചെയ്തിട്ടുണ്ട്. ഇല്ല, നീ ടിങ്കൻ സിറ്റിയിൽ ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. എൻ്റെ യഥാർത്ഥ കൊളാബറേറ്ററിനെ നൈറ്റ് ഹോക്സിൻ്റെ കണ്ണിൽ പെട്ടിട്ടുണ്ട്. സോ ആ കാര്യം കൂടെ നീ ഒന്ന് കൈകാര്യം ചെയ്യണം. പിന്നെ ഇത് നിന്റെ റിവാർഡിൻ്റെ അഡ്വാൻസ് ആണെന്ന് മാത്രം കൂട്ടിയാൽ മതി. സീക്വൻസ് 7ലേക്കുള്ള പോഷൻ്റെ റെസിപ്പിയാണിത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഓൾഡ് മാൻ നെല്ലിനെയും അതേപോലെ ക്ലെന്നിനെയാണ്. അവരായിട്ട് ക്ലെന്നിൻ്റെ സിബ്ലിങ്സിന് കുറച്ച് സാധനം മേടിക്കാൻ വേണ്ടി മാർക്കറ്റിലേക്ക് പോകാൻ പോകുവാണ്. പക്ഷേ ഓൾഡ് മാൻ ആയിട്ട് അവനൊരു ബാറിലേക്കാണ് കൂട്ടിക്കൊണ്ടുവന്നത്. പക്ഷേ ഒന്നും മിണ്ടാതെ പുള്ളിക്കാരൻ അതിനകത്തേക്ക് കയറുന്നുണ്ട്. എന്നിട്ട് ഒരു പ്രത്യേക പാറ്റേണിൽ അവിടെ കൊട്ടും. പെട്ടെന്നായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഭിത്തി തുറന്ന് അവിടെ ഒരു ലിഫ്റ്റ് പ്രത്യക്ഷപ്പെടുന്നത്. അവർ രണ്ടുപേരും അതിൻ്റെ അകത്തേക്ക് കയറുന്നുണ്ട്. അടുത്ത സെക്കൻഡിൽ തന്നെ അത് നേരെ താഴത്തേക്ക് അവരെ കൊണ്ടുവന്നുണ്ട്. ക്ലെൻ, വെൽക്കം ടു അണ്ടർഗ്രൗണ്ട് മാർക്കറ്റ് ഓഫ് ടിങ്കൻ സിറ്റി. ക്ലെൻ ശരിക്കും ഞെട്ടിത്തെറിച്ചു പോയി. കാര്യം അത്രത്തോളം വിശാലമായ ഒരു മാർക്കറ്റായിരുന്നു. കണ്ണത്തെ ദൂരത്ത് ആ ഒരു മാർക്കറ്റ് ഉണ്ടായിരുന്നു. അത് മാത്രമല്ല പല പല സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഈ സാധനങ്ങൾ മാത്രമല്ല കേട്ടോ, ബിയോണ്ടേഴ്സിന് ആവശ്യമായ പലതും ഇവിടെ ലഭിക്കുന്നതാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഒരു കടയിലേക്ക് കയറുന്നുണ്ട്. അവിടെ കുറച്ചധികം ആംബ്ലറ്റ്സ് ഉണ്ടായിരുന്നു. നമ്മുടെ മെല്ലിസക്ക് ഒരു ആംബ്ലറ്റ് മേടിക്കാനായിട്ടാണ് ക്ലെൻ അവിടേക്ക് വന്നിട്ടുള്ളത്. പുള്ളിക്കാരൻ തൻ്റെ പവർ യൂസ് ചെയ്ത് അതിൻ്റെ അന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് ആ കടക്കാരൻ പറയുന്നുണ്ട് അത് കുറച്ച് കൂടിയതാണ്, അത് റൊസാലിൻ്റെ ആണ്. അത് മാത്രമല്ല അതിൻ്റെ അകത്ത് ഹിഡൻ ആയിട്ടുള്ള പല പല കാര്യങ്ങളുണ്ട്. പക്ഷേ അതൊക്കെ ചുമ്മാതായിരുന്നു. എന്നാൽ ആ ടൈമിലാണ് ക്ലെൻ ട്രിസിനെ ശ്രദ്ധിക്കുന്നത്. അടുത്ത സെക്കൻഡ് തന്നെ അവിടെ ഇരുന്ന ഒരു സാധനം മേടിച്ചിട്ട് നേരെ ട്രിസിനെ ഫോളോ ചെയ്യാൻ തുടങ്ങും. ട്രിസ് അറിയാതെ കുറച്ച് ദൂരം അവനെ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ ക്ലെൻ മാത്രമല്ലായിരുന്നു, മറ്റൊരു ടീം കൂടെ ട്രിസിനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അത് നേരത്തെ നമ്മുടെ ക്യാപ്റ്റൻ മെൻഷൻ ചെയ്തിട്ടുള്ള ആ ഒരു പണിഷേഴ്സിൻ്റെ ടീമായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ട്രിസിൻ്റെ ഇത് കാര്യം മനസ്സിലായി പുള്ളിക്കാരൻ അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. പക്ഷേ അവരായിട്ട് വിടത്തില്ല. അങ്ങനെ പെട്ടെന്ന് ട്രിസിനെ അറ്റാക്ക് ചെയ്ത് പുള്ളിക്കാരൻ്റെ കയ്യിലായിട്ട് ഒരു ബുള്ളറ്റ് വന്നുകൊണ്ട് പുള്ളിക്കാരൻ നേരെ താഴത്തേക്ക് വീഴും. ആ സമയത്ത് ട്രിസിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു തൊപ്പി നമ്മുടെ ക്ലെന്നിൻ്റെ കൈ കിട്ടുന്നുണ്ട്. എന്നാൽ അവിടെ കൊണ്ട് തീർന്നില്ല, അവൻ വീണ്ടും അവിടുന്ന് രക്ഷപ്പെടുന്നതാണ്. നിമിഷ നേരം കൊണ്ട് തന്നെ അണ്ടർവേൾഡ് ഒരു മെസ്സായിട്ട് മാറി. അങ്ങനെ അവർ രണ്ടുപേരും മുകളിലേക്ക് വന്നിട്ടുണ്ട്, നമ്മുടെ ഓൾഡ് മാനിലും അതേപോലെ ക്ലെന്നും കൂടെ. പക്ഷേ ക്ലെൻ അവിടേക്ക് വന്ന ടൈമിൽ തന്നെ നമ്മുടെ ട്രിസായിട്ട് അവർ രണ്ടുപേരും കൊന്നിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാറുണ്ട്. ആ സമയത്ത് ക്യാപ്റ്റനും അവരുണ്ടായിരുന്നു. ക്ലെൻ, നീ എന്തായാലും എൻ്റെ കൂടെ നമുക്ക് അവനെ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും അവൻ കുറച്ച് റിസ്ക്കിയാണ്. കാര്യം അവൻ അസോസിയേഷൻ പാത്തുമില്ല ഒരാളാണെന്ന് മനസ്സിലായിട്ടുണ്ട്. അത് മാത്രമല്ല സീക്വൻസ് 8 കണ്ടാണ് അവൻ. അതുമല്ല ഡിമോണിക് സെറ്റുമായിട്ട് ചെറിയൊരു ബന്ധമുണ്ട്. എന്ത് ഡിമോണിക് സെറ്റോ? അതെ, അവർ എന്ന് പറയുന്നത് പ്രൈമോഡിയൽ ഡിമോൺസിനെ വാഴ്ത്തുന്നവരാണ്. കൂടുതലും വുമൺസ് ആണ്. എന്തായാലും അവരെയാണ് നമ്മൾ കുറച്ചുകൂടെ പേടിക്കേണ്ടത്. അവരെന്തായാലും ടിങ്കൻ സിറ്റിയിലേക്ക് ചുമ്മാ വന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരോട്ട് എന്തെങ്കിലും ബന്ധം കാണും. നീ എന്തായാലും ട്രിസിനെ കണ്ടുപിടിക്കാൻ നോക്ക്. അങ്ങനെ തൻ്റെ പവർ യൂസ് ചെയ്ത് അവൻ കണ്ടുപിടിക്കാൻ നോക്കുന്നുണ്ട്. അങ്ങനെ കുറച്ചധികം സമയത്തിന് ശേഷം അവരായിട്ട് ഒരു ബംഗ്ലാവിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്നിട്ടുമുണ്ട്. ക്ലെൻ, നീ എന്തായാലും ഇവിടെ തന്നെ നിന്നാൽ മതി, ഞങ്ങൾ എന്തായാലും നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ക്യാപ്റ്റൻസും ബാക്കി രണ്ടുപേരും കൂടെ അതിൻ്റെ അകത്തേക്ക് കയറുന്നുണ്ട്. ക്ലെന്നാട്ടെ പുറത്ത് നിൽപ്പുണ്ട്. ഈ സമയത്ത് കുറച്ച് സ്ത്രീകളാട്ടെ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. പെട്ടെന്നായിരുന്നു അതിലൊരു സ്ത്രീ നമ്മുടെ ക്ലെന്നിൻ്റെ മേത്ത് തേടി വീഴാൻ പോയത്. പക്ഷെ ഇപ്പോൾ ക്ലെൻ കയറി പിടിക്കുന്നുണ്ട്. അല്ല, താങ്കൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ട്? കുഴപ്പമൊന്നുമില്ല, എനിക്ക് ചെറിയ പനി പോലെ തോന്നി, അതുമാത്രം. ഞാൻ എന്തായാലും ഡോക്ടറിനെ കാണാൻ പോകുകയെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി അവിടെ നിന്ന് നടക്കും. പനിയാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ക്ലെന്നാട്ടെ തൻ്റെ പവർ യൂസ് ചെയ്ത് നോക്കുന്നുണ്ടെങ്കിലും ആൾക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും കാണുന്നില്ല. ഈ സമയത്ത് മുകളിൽ ഒരു വിൻഡോ തുറന്നിട്ട് നമ്മുടെ ക്യാപ്റ്റൻ പറയുന്നുണ്ട് അവൻ ഇവിടെയില്ല. വിശ്വസിക്കാന്നതിലും അപ്പുറമായിരുന്നു. കാര്യം 3 ഓർഗനൈസേഷനും പോലീസും കൂടെ ചേർന്നിട്ട് പോലും അവനെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. വായുവിലേക്ക് മാഞ്ഞു പോയതുപോലെ. അതുകൊണ്ട് തന്നെ ദിവസങ്ങൾക്ക് ശേഷം ആ ഒരു ഓപ്പറേഷൻ ക്യാൻസൽ ചെയ്തു. ആ ഒരു ടൈമിൽ മുകളിൽ നിന്ന് ചർച്ചിൽ എന്നെ ഒരു ഫുൾ എംപ്ലോയി ആയിട്ട് വെക്കാനായിട്ട് തീരുമാനം വന്നു. അങ്ങനെ ഞാൻ ഒരു ഫുൾ എംപ്ലോയി ആയിട്ട് മാറി. എൻ്റെ ട്രെയിനിങ് നടക്കുന്നുണ്ടായിരുന്നു, എൻ്റെ പല ക്ലാസ്സസ് നടപ്പുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് തന്നെ ഞാൻ മേലിസക്ക് ഒരു ആംബുലറ്റ് കൊടുത്തു. പിന്നെ മീറ്റിങ്ങിൻ്റെ കാര്യമായിട്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ പോകുന്നുണ്ടായിരുന്നു. ഹാങ്ഡ് മാൻ്റെ ആറ്റിറ്റ്യൂഡും നൈസ് മാറുന്നുണ്ടായിരുന്നു. അങ്ങനെ ടിങ്കൻ സിറ്റിയിൽ വീണ്ടും സമാധാനം വന്നു തുടങ്ങി. കുറച്ച് ദിവസങ്ങളായിട്ട് ബിയോണ്ടേഴ്സിൻ്റെ ഒരു ഇൻസിഡൻറ്റ് പോലും ടിങ്കൻ സിറ്റിയിലില്ലായിരുന്നു. പക്ഷേ അതെല്ലാം അന്ന് വരെ മാത്രം. കാര്യം ആ സമയത്ത് ലീനായിട്ട് നമ്മുടെ ക്ലെന്നിനെ വിളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ട് ഇവനെ വിളിച്ചിട്ടൊന്ന് പോകുവാണ്. ആ സമയത്ത് പുള്ളിക്കാരൻ പറയുന്നുണ്ട് ടിങ്കൻ സിറ്റി കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് സമാധാനത്തിലാണ് പോയെങ്കിൽ കൂടിയും മരണനിരക്ക് 2 ആഴ്ച കൊണ്ട് 5 ഇരട്ടിയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. 5 ഇരട്ടിയോ? അതെ, ഈ 5 ഇരട്ടി ആയതുകൊണ്ട് തന്നെ നമ്മൾ 3 ഓർഗനൈസേഷനും വീണ്ടും ഇതിനകത്ത് ഒരുമിച്ച് വർക്ക് ചെയ്യാനായിട്ട് മുകളിൽ നിന്ന് വന്നിട്ടുണ്ട്. അങ്ങനെ പറയുന്നുണ്ട്. ഓഗസ്റ്റ് 8-ാം തീയതി ഡസൻസ് ഓഫ് ഫീമെയിലാണ് പോയിസൺ കാരണം മരണപ്പെട്ടത്. ഓഗസ്റ്റ് 11-ാം തീയതി ബാങ്കർ ചെയ്യപ്പെട്ട ഒരു ബിസിനസ്മാൻ്റെ ബാങ്കിന് തീയിട്ടു. ഓഗസ്റ്റ് 11-ാം തീയതി ഒരു പോർട്ടീവ് ആയതുകൊണ്ട് തന്നെ ഒരുത്തൻ സൂയിസൈഡ് ചെയ്തു. ഈ കൂടുതൽ മരിച്ചവരെല്ലാവരും മെജോറിറ്റി ലേബേഴ്സും അല്ലെങ്കിൽ ഈ വീടില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരാണ്, അല്ലെങ്കിൽ പാവപ്പെട്ടവർ, അല്ലെങ്കിൽ അവിടെ സഫർ ചെയ്യുന്നവർ, എന്തെങ്കിലും ഇൽനെസ്സും ഉണ്ട്. അങ്ങനെ ഓഗസ്റ്റ് 11-ാം തീയതി മറ്റൊരു സ്ത്രീ കൂടെ മരിച്ചിട്ടുണ്ട്. അവൾ മരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഹെഡ് ഡിസീസ് ആയിരുന്നു.
അത് കഴിയുമ്പോൾ ക്ലെൻ തന്റെ പവർ യൂസ് ചെയ്ത് ആ ഒരു പെൺകുട്ടിയുടെ ബാക്കിലേക്ക് നോക്കുന്നുണ്ട്. അവിടെ നിന്നാണ് അവനൊരു കാര്യം മനസ്സിലായത്. മറ്റൊരു അൺയൂഷ്വൽ ആയ ഒരു കൈ വന്ന് അവളുടെ മുതുകത്ത് തട്ടുന്നുണ്ട്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, സോ ഒരു സ്ത്രീയുടെ കൈയോ? അതെ, ഒരു സ്ത്രീയുടെ കൈ അവളുടെ മുതുകത്ത് വന്ന് തട്ടിയിട്ടുണ്ട്. അതായിരിക്കും ചിലപ്പോൾ കാരണം. അങ്ങനെ പറയാൻ സാധിക്കുമോ? ചിലപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടർ ആയിക്കൂടെ? ഒരു പക്ഷേ അതുമല്ല, അതൊരു ഡിമോണിക് ആയിരുന്നെങ്കിലോ? അപ്പം നീ പറയുന്നത് ട്രിസും ആ ഒരു സ്ത്രീയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്നാണോ? അങ്ങനെയല്ല, ചിലപ്പോൾ ഉണ്ടെങ്കിലോ? ഈ സമയത്ത് ക്ലെൻ എന്താണെന്ന് ആലോചിക്കുന്നുണ്ടായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ ഓരോന്ന് പറയുന്നത് നമ്മുടെ ലിയോണാർഡ് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ക്ലെന്നിനും എനിക്ക് ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്നാണ്. എന്താ, ഞങ്ങളത് പറയട്ടെ. സോ എനിക്ക് പറയാനുള്ളത്, ഈ ബിയോണ്ടസിനൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അവരെല്ലാവരും മരിക്കേണ്ടവർ തന്നെയാണ്. ഇന്നല്ലെങ്കിൽ നാളെ അവർ മരിക്കേണ്ടവർ തന്നെയാണ്. അവരുടെ ലൈഫ് സ്പാൻ വെട്ടിമുറിച്ചിരിക്കുന്നു. ഐ സസ്പെക്ട് ഒരു ആയുസ് മോഷണമായിരിക്കും ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ആ ഒരു ഒബ്ജക്റ്റ് കൊണ്ട് അവരായിട്ട് ലൈഫ് സ്പാൻ മോഷ്ടിക്കുകയും അതുകൊണ്ട് ഈവിൽ ഗോഡിനെ സമൺ ചെയ്യുന്നതുമാണ്. സോ ആ ഒരു കാര്യം കൊണ്ട് തന്നെ അവർക്ക് വലിയ സ്കെയിലുള്ള ഒരു കേഴ്സ് തന്നെ പെർഫോം ചെയ്യാൻ സാധിക്കും. സോ അതായിരിക്കും ചിലപ്പോൾ ഡിമോണിക് സെറ്റ് ടിങ്കനിൽ വരാനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ. ആ ഒരു തിയറി എന്തുകൊണ്ടും നല്ലതാണ്. പെട്ടെന്ന് ലിയോണാർഡായിട്ട് ഒരു വാച്ച് അവൻ്റെ ഇതിലേക്ക് കൊടുക്കുന്നുണ്ട്, ഒരു പോക്കറ്റ് വാച്ച്. അത് മരിച്ച ഒരാളുടെ ആയിരുന്നു. ആ ഒരു വാച്ചിന്റെ സഹായത്തോട് കൂടി നമ്മുടെ ക്ലെന്നായിട്ട് പുള്ളിക്കന്നെ പവർ യൂസ് ചെയ്ത് ഏകദേശം ഒരു സ്ഥലം പുള്ളിക്കന്നെ മനസ്സിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ക്ലിയർ ആയിട്ട് പുള്ളിക്കന്നെ കാണാനും സാധിക്കുന്നില്ല, ആ ഒരു വഴി കിട്ടുന്നില്ല. അതുകൊണ്ട് അതും തപ്പി അവർ ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ വിക്ടിംസിന്റെ അടുത്ത് തന്നെ ആകാനായിരിക്കും ചാൻസ് ഉള്ളത്. കാര്യം ദൂരത്ത് പോയി കഴിഞ്ഞാൽ ഈ റിച്വൽ മര്യാദക്ക് നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ടിങ്കൻ സിറ്റിയിൽ ഏറ്റവും കൂടുതൽ മരണം നടന്ന സ്ഥലത്താണ് ഇവർ ഏറ്റവും കൂടുതൽ അങ്ങനെ സെർച്ച് ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് നേരത്തെ സെർച്ചിന് ശേഷം ഏകദേശം ഒരു സ്ഥലം അവർക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അവരെല്ലാവരും അവൻ്റെ ഫ്രണ്ടിൽ നിൽക്കുവാണ്. ക്യാപ്റ്റൻ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും സ്വപ്നത്തിലേക്ക് കടക്കാൻ പോകുവാണ്. ലിയോണാർഡ്, നീ വേണം അപ്പോൾ അറ്റാക്ക് ചെയ്യാൻ. ഈ സമയത്ത് ആ ഒരു റൂമിൻ്റെ അകത്ത്, ആ ഒരു ബംഗ്ലാവിൻ്റെ അകത്ത് ഒരു പെങ്കൊച്ച് കിടപ്പുണ്ടായിരുന്നു. ആ പെങ്കൊച്ച് ഒരു കണ്ണാടിയുടെ ഫ്രണ്ടിലിരിക്കുമായിരുന്നു. പെട്ടെന്ന് ആ കണ്ണാടി പൊട്ടി ആ കണ്ണാടിയിൽ നിന്ന് ചോര ഒലിക്കാൻ ഇറങ്ങും. അവൾ പെട്ടെന്ന് തന്നെ പുറത്തു പോയി നോക്കിയിട്ട് നേരെ തൻ്റെ ഉടുപ്പൊക്കെ എടുത്തിട്ട് എന്താ പറയുക, ഒരു പൊടിയായിട്ട് മുകളിലേക്ക് വിതറുന്നുണ്ട്. ആ പൊടി അവളുടെ മേത്ത് നിന്ന് വീഴുന്നത് പതുക്കെ അവൾ ഇൻവിസിബിൾ ആയി പോകും. എന്നിട്ട് അവൾ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഈ സമയത്ത് ഫ്രേ ഓടുന്നത് അവൾ കാണുന്നുണ്ട്. എന്നിട്ട് പതുക്കെ അവൻ്റെ പുറകിൽ കൂടെ പോയി അവനെ നേരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ അവൻ മരിക്കുന്നതിൻ്റെ വക്കത്തെത്തിയപ്പോഴാണ് പെട്ടെന്ന് അവൻ പൊട്ടിത്തെറിച്ച് പോയത്. അപ്പോഴാണ് അവൾക്കൊരു കാര്യം മനസ്സിലായത്, അവരിപ്പോൾ നിൽക്കുന്നത് ഒരു നൈറ്റ് മെയറിലാണെന്ന്. അങ്ങനെ പെട്ടെന്ന് അവൾ ടെൻഷൻ അടിക്കുന്നുണ്ട്. കാര്യം ആ ഒരു നൈറ്റ് ഹോക്കീസ് അവളുടെ പുറകിൽ വന്നതെന്ന് മനസ്സിലായി. അടുത്ത സെക്കൻഡ് തന്നെ ലിയോണാർഡ് അവിടേക്ക് വന്നിട്ട് ആ ഒരു ബാറ്റിൽ തുടങ്ങിയിട്ടുണ്ട്. അവർ തമ്മിലുള്ള ആ ഒരു ബാറ്റിൽ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ബാറ്റിൽ ചെറുതായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അടുത്ത സെക്കൻഡ് തന്നെ പുള്ളിക്കാരി തന്നെ കൈ അങ്ങോട്ട് മുറിക്കും. അടുത്ത നിമിഷം തന്നെ ഒരു പ്രതിമ തന്നെ കണ്ണ് തുറക്കുന്നുണ്ട്. പെട്ടെന്ന് ക്യാപ്റ്റൻ്റെ നൈറ്റ് മെയർ ആയിട്ട് അത് വാനിഷ് ആയിട്ടുണ്ട്. ക്യാപ്റ്റൻ പറയുന്നുണ്ട്, അവൾ കുറച്ച് ഡേഞ്ചറസ് ആണ്. എന്തായാലും നീ ഒരു കാര്യം മനസ്സിലാക്കിയോ, എന്ത് സർക്കംസ്റ്റൻസിലും നീ ഒരിക്കലും അതിനകത്തേക്ക് വരാൻ പാടില്ല. നിനക്ക് എന്തെങ്കിലും ജീവനിൽ ആപത്ത് വരാൻ നോക്കിക്കഴിഞ്ഞാൽ നീ ഇവിടുന്ന് രക്ഷപ്പെടാനേ നോക്കുക, ആൾ ആരെയും രക്ഷിക്കാൻ നോക്കരുത്. എന്നിട്ട് നേരെ അകത്തേക്ക് പോകുന്നുണ്ട്. ഈ സമയത്ത് ക്ലെൻ പറയുന്നുണ്ട്, ഇതെന്താണ്? ലിയോണാർഡ് എന്ന് പറയുന്നത് ഒരു സീക്വൻസ് 8 ആണ്, ഫ്രേ എന്ന് പറയുന്നത് സീക്വൻസ് 9 ആണ്. അതിനർത്ഥം അവരുടെ ഒപ്പോണന്റ് എന്ന് പറയുന്നത് ഒരു സീക്വൻസ് 7 ആയിരിക്കുമല്ലോ. അതല്ലേ ഇത്തരം പ്രശ്നമായിട്ട് മാറുന്നത്. ഈ സമയത്ത് അവിടെ ഒരു ഫൈറ്റ് നന്നായിട്ട് തന്നെ നടപ്പുണ്ട്. ഫ്രേ, ലിയോണാർഡ് സൂക്ഷിക്കുക, അവളൊരു സീക്വൻസ് 7 ആണ്. അത് മാത്രമല്ല അവളുടെ കയ്യിലായിട്ട് ഈവിൽ പവറും ഉണ്ട്. ഈ ടൈമിൽ അവൾ ആ ഒരു ബംഗ്ലാവിൻ്റെ അകത്തായിരുന്നു. ആ ബംഗ്ലാവിൻ്റെ അകത്ത് നിന്ന് പതുക്കെ അവൾ നേരെ താഴത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ഒരു പ്രതിമയുണ്ടായിരുന്നു. ആ പ്രതിമയുടെ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് അവൾ പ്രാർത്ഥിക്കാൻ തുടങ്ങും. ആ ഒരു പ്രാർത്ഥനയുടെ അടുത്ത നിമിഷം തന്നെ അവിടേക്ക് പതുക്കെ പവർ ഗ്യാദർ ചെയ്ത് അത് പെട്ടെന്ന് തന്നെ എക്സ്പ്ലോഡ് ആവുന്നുണ്ട്. അവിടെ ഫുള്ള് ഒരു പവറിൻ്റെ ഒരു ഔറ തന്നെ ഇങ്ങനെ വരുന്നുണ്ട്. ഈ സമയത്ത് ആ സ്റ്റാച്ചു അവൾ പതുക്കെ എടുത്ത് പൊക്കുന്നുണ്ട്. അതിൻ്റെ പവറായിട്ട് അവിടെ ചുറ്റിനും വരുന്നുണ്ട്. ഈ സമയത്ത് പുറത്ത് നമ്മുടെ ഫ്രെയിനെ അതുപോലെ ലിയോണാർഡിനെ ബാക്കിയുള്ള സോൾസ് ഒക്കെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫ്രെയിനായിട്ട് പെട്ടെന്ന് ഒരു സോളായിട്ട് കീഴടക്കുന്നുണ്ട്. പുള്ളിക്കാൻ്റെ ഫുൾ കൺട്രോൾ ആ സോൾ തൻ്റെ കയ്യിലാക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് നമ്മുടെ ക്യാപ്റ്റനായിട്ട് ആ റൂമിൻ്റെ അകത്തേക്ക് കയറും. അകത്തേക്ക് കയറിയ ക്യാപ്റ്റൻ ശരിക്കും ഞെട്ടിത്തെറിച്ച് പോയി. കാര്യം താഴത്ത് മുഴുവൻ കുറേ അധികം ഡോൾസ് ആയിരുന്നു. ഈ റിച്ചിലൊക്കെ ചെയ്യുന്ന ആ ഒരു ഡോൾസിൽ അത് മുഴുവൻ അവിടെ വ്യാപിച്ച് കിടപ്പുണ്ട്. എന്നാൽ പെട്ടെന്നാണ് തൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ആ ഒരു പെൺകൊച്ചി നിൽക്കുന്ന കാണുന്നത്. അവളുടെ കയ്യിലായിട്ട് ഒരു സ്റ്റാച്ചു ഉണ്ടായിരുന്നു. അത് മറ്റാരുടെയല്ലായിരുന്നു, പ്രൈമോഡിയൽ ഡീമോൺസിനെ ആയിരുന്നു. അത് കണ്ടപ്പോൾ അവൻ ശരിക്കും ഞെട്ടിപ്പോയി. പെട്ടെന്ന് അത് നമ്മുടെ ക്യാപ്റ്റനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ക്യാപ്റ്റനായിട്ട് അത് നന്നായിട്ട് തന്നെ ഡിഫെൻഡ് ചെയ്ത് ആ ഒരു പവർ തന്നെ ഇറാഡിക്കേറ്റ് ചെയ്ത് കളയുന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ്റെ കയ്യിലും ഒതുങ്ങുന്നതിലും അപ്പുറമായിട്ട് പതുക്കെ ചോരൊക്കെ ഛർദ്ദിച്ചുകൊണ്ട് നേരെ താഴത്തേക്ക് വീഴുന്നുണ്ട്. ഈ സമയത്ത് അവൾ അവിടുന്ന് രക്ഷപ്പെടുന്നുണ്ട്. എന്നിട്ട് അവൾ പോയത് നമ്മുടെ ലിയോണാർഡിൻ്റെ അടുത്തേക്കായിരുന്നു. അത് കഴിയുന്നിടത്ത് തന്നെ അവൾ അവനുമായിട്ട് ചെറിയൊരു ബാറ്റിൽ തുടങ്ങുന്നുണ്ട്. അവളായിട്ട് തൻ്റെ കയ്യിലുണ്ടെന്ന ഒരു പൂ കൊണ്ട് അവനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് അവനത് വലിച്ചൊരു കളയും ചെയ്യും. അങ്ങനെ അവളും ആ ഒരു പൂവും അവിടുന്ന് മാഞ്ഞു പോവും. പിന്നെ കാണിക്കുന്നത് അന്നേരെ ഇവിടെ പുറകെ ഓടുന്നതാണ്. പക്ഷേ എവിടെയാണെന്ന് വെച്ചാണ് ഓടുന്നത്. അങ്ങനെ കുറച്ചധികം ദൂരം വന്നു കഴിയുമ്പോൾ പതുക്കെ അവളുടെ യഥാർത്ഥ രൂപം പുറത്തേക്ക് കൊണ്ടുവരും. എന്നിട്ട് പറയുന്നുണ്ട്,
നീ ശരിക്കും ഇന്ന് ഭാഗ്യവനാണ്. കാര്യം വിച്ചക്കേഴ്സിന്റെ ആദ്യ തിര ഇന്ന് നീ തന്നെയാണ്. ആ സമയത്ത് ലിയോണി എന്തോ ഒരു കുഴപ്പം അവൻ്റെ ഫ്രണ്ടിലും പ്രതീക്ഷിക്കും. അവനായിട്ട് തന്റെ കൈ നോക്കാൻ നേരത്താണ് അത് ബ്ലാക്ക് മാജിക് ആണെന്ന് മനസ്സിലായത്. അടുത്ത സെക്കൻഡ് തന്നെ തൻ്റെ ഒരു നഖവും അതേപോലെ മുടിയും കൂടെ പറിച്ച് അവൻ ചുറ്റി വെക്കുന്നുണ്ട്. ഈ സമയത്ത് അവളാട്ടെ ലിയോണിന്റെ രക്തം കൊണ്ട് മന്ത്രം ജപിക്കാൻ തുടങ്ങും. അങ്ങനെ ആ ബ്ലാക്ക് മാജിക്കിന്റെ പവർ അവൻ്റെ കയ്യിലേക്ക് പടരാൻ പോയപ്പോൾ പെട്ടെന്ന് ആ നഖവും ആ മുടിയും കൂടെ ആ ചോരയിൽ കുളിച്ച് അന്നേരെ മുമ്പിലേക്ക് എറിയുന്നുണ്ട്. ആ ടൈമിലാട്ടെ അവളുടെ റിച്വലും കംപ്ലീറ്റ് ചെയ്തു. ആ ഒരു പവറെല്ലാം പോയത് ആ ഒരു നഖത്തിൻ്റെ അടുത്തേക്കാണ്. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ ലിയോണോട് സേഫ് ആയിരുന്നു. ആ സമയത്ത് അവൾ അവിടുന്ന് രക്ഷപ്പെടുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ക്ലെന്നായിട്ട് ആ ഒരു ബംഗ്ലാവിൻ്റെ അകത്തുള്ള ഒരു പൊട്ടിയ കണ്ണാടിയായിട്ട് റീസ്റ്റോർ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് അതിൻ്റെ അകത്ത് വന്ന എല്ലാ പ്രതിബിംബവും പുള്ളിക്കാരൻ നോക്കാൻ തുടങ്ങും. ആ ടൈമിലാണ് ആ ഒരു പെങ്കൊച്ചിനെ അവൻ കാണുന്നത്. ഇത് ഞാൻ നേരത്തെ കണ്ട ആ ഒരു പെണ്ണല്ലേ, ഇനിയെങ്ങാനും ഇവൾ. ഈ സമയത്താണ് നമ്മുടെ ലിയോണോട് പറയുന്നത്. അവൾ കണ്ടിട്ട് ഏകദേശം ട്രിസിനെ പോലെ തന്നെയില്ലേ, എനിക്ക് ചെറിയൊരു ഡൗട്ടുണ്ട്. എന്നിട്ട് അവൻ പതുക്കെ നടന്ന് ആ ഒരു കണ്ണാടിയുടെ ഫ്രണ്ടിൽ വന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നു ഈ കാണുന്ന പെങ്കൊച്ചി ട്രിസ് തന്നെയാണെന്നാണ്. നീ എന്താണ് ഈ പറയുന്നത്? അവനൊരു പെണ്ണായിട്ട് വേഷം കിട്ടിയോ? പെണ്ണായിട്ട് വേഷം കിട്ടിയതല്ല, അവൻ പെണ്ണായിട്ട് മാറി. ബിങ്കോ, അത് തന്നെയാണ്. അതല്ലേ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതല്ലേ ട്രിസ് ഇത്ര പെട്ടെന്ന് തന്നെ നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് ഡിസപ്പിയർ ആയത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലായത്. പക്ഷെ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ ഡിമോണിക്സ് എല്ലാം ഏറ്റവും ടോപ്പ് ആയുള്ള ടീം എല്ലാവരും ഫീമെയിലാണ്. പക്ഷേ അതിനർത്ഥം അതിനു മുമ്പ് ഇവരെല്ലാവരും മെയിൽസ് ആണെന്നാണോ? അത് കഴിഞ്ഞ് കാണുന്നത് ഒരു ട്രെയിനാണ്. ആ ട്രെയിനിൻ്റെ അകത്തായിട്ട് ഒരു പെൺകൊച്ചി, ഒരു സുന്ദരിയായ പെൺകൊച്ചി നടന്നു പോകുന്നുണ്ടായിരുന്നു. അവളുടെ ബ്യൂട്ടി കണ്ട് എല്ലാവരും മയങ്ങി വീണ്. അങ്ങനെ അവളൊരു സൈഡിൽ പോയി ഇരിക്കുന്നുണ്ട്. അവളൊരു സിഗരറ്റ് കത്തിക്കാൻ വേണ്ടി നിന്നപ്പോൾ തന്നെ കുറേ അധികം പേരാണ് അവൾക്ക് അത് കത്തിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രം അവിടേക്ക് വന്നത്. ആ സമയത്ത് പുള്ളിക്കാരനെ കാണിക്കുന്നുണ്ട്. അത് മറ്റാരുമായിരുന്നു, സീക്വൻസ് 7 ആയിട്ടുള്ള ട്രിസി ആയിരുന്നു. ആൻഡ് അങ്ങനെയാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്. എന്തായാലും അടുത്ത ആഴ്ച തന്നെ അടുത്ത വീഡിയോ വരുന്നുണ്ട്. സോ അത് മിസ്സക്കരിക്കാൻ വേണ്ടി നമ്മുടെ പേജ് ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട.